ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വീണ്ടും ഫോർട്ട് കൊച്ചിയിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ എല്ലാ ടെസ്റ്റ് ഷൂട്ടും എന്തിന് എന്ത് അതൊക്കെ വെച്ചോടെ റാൻഡം മ്യൂസിങ്സ്. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഫോൺ ക്യാമറ ടെസ്റ്റിങ്ങിന് വേണ്ടി. ഹലോ, നമ്മുടെ സ്ഥിരം സ്ഥലം. ഇല്ല ഞാൻ പറഞ്ഞു കോൾ മീ ഫ്ലാഷ്. സനി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നാളെ ആവും വീഡിയോ. ഞാൻ വിവോ X100 അൾട്ര സനിക്ക് കൊടുത്തിരിക്കുകയാണ്. സനി ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറിൻ്റെ പെർസ്പെക്റ്റീവ് കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ പെർസ്പെക്റ്റീവ് ഒപ്പിയെടുക്കാനുള്ള ഒരു മോഡലാണ് ഇതാ നമ്മൾ ദുബായിൽ നിന്ന് ഇറക്കുമതി ചെയ്തത്. ഇത്രയും മലയാളം എനിക്ക് പറയാൻ അറിയാമെങ്കിൽ എന്ത് വേണമായിരുന്നു. അതാണ് ഈ മലയാളം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇല്ല കുഴപ്പമില്ല, കുറച്ച് വെള്ളി കിടക്കട്ടെ. We do all candid stuff, you know. This is our model, guys. രണ്ട് ഓസം ബ്രദേഴ്സിന്റെ കൂടെ വീണ്ടും വന്ന് ഇവൻ നാട്ടിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പറ്റിയതിൽ സന്തോഷം. ആർക്കും അറിഞ്ഞൂടാ ഗൈസ്, നമ്മൾ ഇതൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. നിങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാനായി ഫോർട്ട് കൊച്ചിയിൽ വന്നിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചി മഴ ഒന്ന് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അവൻ ഈ ഫോണും കൊണ്ട് ഇന്നലെ വന്നായിരുന്നു. ബേസിക്കലി ഈ ഫോണ് എനിക്ക് ഇന്നലെ കിട്ടിയതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. പക്ഷേ ഉള്ള ഇത് മറ്റേ അറിവിൻ്റെ പരിമിതി വെച്ച് മാക്സിമം എടുത്തിട്ടുണ്ട് കുറച്ച് ഫോട്ടോസ്. കിടിലം ഫോട്ടോ ആണ്, കിടിലം. അത്യാവശ്യം നൈസ്, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഷൗമിയായിട്ട് കമ്പയർ ചെയ്യാൻ വിചാരിച്ചിരുന്നതാണ്, പക്ഷേ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് അത് പറ്റിയില്ല. ഫോട്ടോ എങ്ങനെയുണ്ട്? വി വിൽ ഡു. ഫോട്ടോസ് നൈസാണ്. ഇതിൽ കുറച്ച് ഫിൽട്ടർ പരിപാടി, ലെൻസ് ഫ്ലെയർ സംഭവം. ഇത് DSLR-നെ നമുക്ക് മാറ്റി നിർത്താം. ഇല്ല, അതൊന്നും പറ്റില്ല. ആപ്പിളുമായിട്ട് നോക്കുമ്പോൾ ഇത് അടിപൊളിയാണ്. ഗുഡ് മോർണിംഗ് എവ്രിവൺ, വെൽക്കം ടു ദി വേൾഡ്സ് ബെസ്റ്റ് ആപ്പിൾ ഇവന്റ് എവർ. ആപ്പിളുമായിട്ട് നോക്കിയാൽ യെസ് ഇറ്റ്സ് നൈസ്. സാംസങ്ങുമായിട്ട് നോക്കുമ്പോൾ അടിപൊളിയാണ്. സാംസങ് ആയിട്ട് നോക്കിയാലും ഇറ്റ്സ് നൈസ്. ഷൗമിയായിട്ട് നോക്കിയാൽ ഇറ്റ്സ് രണ്ടും രണ്ട് രീതിയിലുള്ള സംഭവമാണ്. ഷൗമി കുറച്ച് ഓവർ ഷാർപ്പാണ്, ഇത് കുറച്ചിരി എന്താ പറയുക, ഒരു സ്മൂത്ത് ആയിട്ടുള്ള സംഭവമാണ്. കുറച്ച് സ്മൂത്ത്. HDR കുറച്ചും കൂടെ ബെറ്റർ ഇതിലല്ലേ? HDR ഓഫ് ചെയ്തിട്ടാണ് എടുത്തത്. സനി മൊത്തം മാനുവൽ കൺട്രോളിലാണ് ഫോട്ടോ എടുക്കുന്നത്. മാനിപ്പുലേറ്റീവ് പരിപാടി ഇഷ്ടമല്ല. നാച്ചുറൽ ആയിട്ട് നമുക്ക് എങ്ങനെ കിട്ടുന്നു അങ്ങനെ തന്നെ മതി എന്നുള്ള രീതിയിലാണ്. സോ ബേസിക്കലി കുറേ സാധനങ്ങളുണ്ട് ഇതിൽ അവർ ഈ ഫോൺ സെല്ല് ചെയ്യുന്നത് തന്നെ അവരുടെ ഫിൽറ്റേഴ്സും മറ്റേ സൈസിൻ്റെ കളർ സയൻസ് ഒക്കെ വെച്ചിട്ടാണ്. കുറേയൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനിയുണ്ട് കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ ചെയ്യാനായിട്ട്. ലൈക്ക് വിത്ത് മേ ബി ഇൻ ദ നെക്സ്റ്റ് ഷൂട്ട് വി വിൽ കംപ്ലീറ്റ്ലി എക്സ്പ്ലോർ ഓൾ ദ സെറ്റിംഗ്സ്. ഇനിയിപ്പോൾ അടുത്തതിൽ കമ്പാരിസണിൽ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. ഇത് ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ നമ്മളൊരു തുടക്കത്തിലൊരു ഷൂട്ട് എന്നുള്ള രീതി ചെയ്തതാണ്. ഷി വാസ് ഇൻ ടൗൺ, സോ പുള്ളിക്കാരിയെ തന്നെ നമ്മൾ വീണ്ടും പിടിച്ചിരിക്കുകയാണ്. ഫുൾ കളർഫുൾ ആക്കി നിർത്തി ഫോട്ടോ എടുത്ത്. പുള്ളിക്കാരി വിശന്നിരിക്കുന്നുണ്ട്. കുറച്ച് സീരിയസ് ഫേസ്, ദേഷ്യം ലുക്കൊക്കെ കാണാൻ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. അത് വിശപ്പിന്റെ വിളിയാണ്. അത് വിശപ്പിന്റെ മാത്രം കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ നല്ലപോലെ തുടങ്ങി. അപ്പോൾ നമ്മൾ പോവുകയാണ്. നമ്മൾ മറ്റേ കൊതു അടിച്ച് ഡെങ്കി വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ നാടുവിടെയാണ് ഗൈസ്. അപ്പം സൈൻ ഔട്ട് ഗൈസ്. നമ്മൾ അടുത്ത ഷൂട്ടിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ. വണ്ടി അങ്ങനെ ആര് പോസ്റ്റ് ചെയ്തോട്ടോ? കാല കഴിച്ചേ, കാല എത്തിയ അങ്ങനല്ല. കൊള്ളാം. നല്ല ഫ്രെയിം, നല്ല ലോ ആംഗിൾ പൊളി. ഈസിയാണോ? 3 ഡെയിലി കഥകളി ഷോ. ഈ സ്കൂട്ടർ കുറച്ച് ഡെയിലി കഥകളി കാണാൻ
ഇങ്ങനെ അങ്ങോട്ട് പോവുക. ഇവിടെ നോക്കാം. ഇത് നിന്റെ 1982 മുതൽ നീ പോസാണ് ലൈറ്റ്. എടി അങ്ങനെ അങ്ങനെ അതിൽ ചാരി നിന്നിട്ട് ലൈറ്റ് ബിക്കോസ് ലോ ആംഗിളിൽ നിന്ന് എടുക്കുന്ന. ഓക്കെ, എന്നിട്ട് നീ നേരത്തെ ചെയ്ത പോലെ കുറച്ച് ആക്ഷൻ ഫേസും പക്ഷേ ആ സൈഡിലോട്ടാക്കിയ വെയിൽ നിന്റെ മുഖത്തടിക്കും. സനിയുടെ ഫോണാണോ? അടിച്ചോട്ടെ. സനി അൺനോൺ നമ്പർ. അപ്പം എടുക്കണ്ട. അങ്ങനെ 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 നോക്കുന്നല്ല. അങ്ങനെ പക്ഷെ കുറച്ച് മൂവ്മെൻ്റ് ഒക്കെ കൊടുത്തോ. നീ ഹെയർ വെച്ച് കളിക്കുന്ന പോലെയോ സാരി വെച്ച് കളിക്കുന്ന പോലെയോ കളിക്കുക. വണ്ടി 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 ഓ ഒരു ഇളം അത് മാറ്റ ലൈറ്റ്നെസ്. പിസ്റ്റ് ഓഫ് ആണല്ലേ? വിശപ്പിന്റെ വിളിയാണ്. എന്താ നോക്കി പിടിപ്പിക്കുന്നത്? ഇപ്പൊ ബാക്കിൽ ആരാടാ എൻ്റെ കണ്ണാടി ജനലിൽ പിടിക്കുന്നത് കണ്ട്? എങ്ങനെയുണ്ടായി ഷൂട്ട്? കേൾക്കാറ്റുന്നുണ്ടോ? വിശപ്പുണ്ട്. ഇന്ന് വിശപ്പുണ്ട് ഗൈസ്. ഫോട്ടോഗ്രാഫറിന്റെ അടുത്തൊന്ന് കാണിച്ച് അങ്ങോട്ട്. ഗൈസ് എനിക്ക് ഇന്നലെ ഇത് കിട്ടിയതേ ഉള്ളൂ ഗൈസ്. ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഫീച്ചേഴ്സ് അല്ലല്ലോ, നമ്മളിവിടെ കളർ സയൻസും എങ്ങനെ ഫോട്ടോസിന്റെ ഇതില് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. ബാക്കിയുള്ള ഫോൺ പോലെ അല്ല. ഇതിന്റെ ഫിൽറ്ററും സാധനങ്ങളും ഒക്കെ നമ്മൾ കറക്റ്റ് എവിടെയാണ് കിടക്കുന്നതെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ആ കൺട്രോളിൽ ഫോട്ടോ എടുക്കാൻ പറ്റത്തുള്ളൂ. മറ്റേത് ഫോട്ടോ വെച്ച് എടുത്ത കുറേ ഫോട്ടോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഫിൽറ്റേഴ്സാണ് മെയിൻലി ഈ ഫോൺ വിൽക്കുന്നത്. അത് വെച്ചിട്ടാണ് ആ വിൻറ്റേജ് ഫിൽറ്റർ സംഭവമൊക്കെ. അത് എനിക്കിത് തപ്പിയെടുത്ത് കണ്ടുപിടിച്ചിട്ട് വേണം ഗൈസ് ഇത് പ്രാക്ടീസ് ചെയ്യാൻ. നല്ല ക്ലോസാണ്, ഭയങ്കര ക്ലോസ്. പോർട്രേറ്റ് ആണോ? വിൻറ്റേജ്. ഇതാണ് ഞാൻ പറഞ്ഞത്, വിൻറ്റേജ്. പക്ഷേ ഭയങ്കര നമ്മളൊരുമാതിരി എഡിറ്റ് ചെയ്ത പോലെ ഉണ്ട് കേട്ടോ. അത് നല്ല ടോണാണ്. ആ ഒരു എന്നെ കാണിക്കൂടാ. ഈ ഫോണിൽ സനി പറഞ്ഞല്ലോ ഒരുപാട് ഫിൽറ്റേഴ്സ് ഉണ്ട്. അതിൽ ഈ വിൻറ്റേജ് എന്ന് പറയുന്ന ഒരു ഫിൽറ്ററാണ് അതിൻ്റെ ഒരു മെയിൻ സാധനം. ആൻഡ് ഇതിൽ മെയിൻ അവർ കൊടുക്കുന്ന സാധനം 200 മെഗാ പിക്സലിൻ്റെ 3x ഒപ്റ്റിക്കൽ. അപ്പം നമുക്കത് സത്യം പറഞ്ഞാൽ ഫുൾ HD പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ റെസൊല്യൂഷനിൽ എടുക്കാൻ പറ്റും. അത് വെച്ച് ആരും എടുക്കാറില്ല. പിന്നെ മെയിനായിട്ട് അതാണ് ഇതിൻ്റെ ഒരു USP എന്ന് പറഞ്ഞാൽ അതാണ്. എന്ത് പറ്റി? പിന്നെ HDR വിവോ വേറെ ലെവലാണ്. നമ്മൾ ലൈറ്റ്സ് കൺട്രോൾ ചെയ്യുന്നത്, ഫേസ് ടോണ് ഒക്കെ കിടിലാണ്. അതാണ് നമ്മൾ ഇവിടെ ഒപ്പി എടുക്കാൻ ശ്രമിക്കുന്നത് ഗൈസ്. ഞാൻ കുറച്ച് ഒപ്പി എടുത്തതാണ്. വാട്ടോഗ്രാഫർ, വലിയ വാട്ടോഗ്രാഫർ ഗൈസ്. അയ്യോ, ആ ഫോട്ടോയിലെ പെൺകുട്ടി കരയുന്നു, നമ്മുടെ മോഡലും വിശന്ന് കരയുന്നു. എന്നപോലെ തന്നെ ആ സൈഡിലോട്ട് തിരിഞ്ഞു അവിടെ ചരിഞ്ഞ് ചാരിക്കുക എന്ന് പറഞ്ഞത് നൈസ്. നല്ല വളരെ നാച്ചുറൽ ക്യാൻഡിഡ് ആയിട്ട് നിന്നാൽ സ്ട്രൈറ്റ് ഫേസ് സ്ട്രൈറ്റ്. നേരെ നേരെ ചെയ്യും.